നേരിട്ട് സംസാരിച്ചാൽ മതിയോ? നേരിട്ടൊന്നും വേണ്ടേ പിന്നെ, ഇത് ശരിയാവത്തില്ല. അവിടെ വന്ന് നിന്നെ കാണുമ്പോ വേണ്ട, ഇതിങ്ങനെ അങ്ങ് തീരട്ടെ. എനിക്ക് വയ്യ ഇനി ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാൻ. എനിക്കറിയില്ല എന്നെ കൊണ്ട് പറ്റുമെന്ന്, പക്ഷെ ഞാൻ ശ്രമിക്കും. ലാസ്റ്റ് വേറൊന്നിനുമല്ല, എനിക്ക് ടൈറ്റായിട്ടൊന്ന് ഹഗ് ചെയ്താൽ മതി. എന്നിട്ട് നീ പൊക്കോ, എനിക്ക് വേണ്ടി. ഞാൻ വരാം, ലാസ്റ്റ് ടൈം. പക്ഷെ ഇനി എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് വയ്യ ഇനി ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ. എനിക്ക് മനസ്സിലാവും. നീ വാ, ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റ് ടൈം. വരൂ വരൂ. കട്ട് ചെയ്യുവാണേ. നീ ടെൻഷൻ അടിക്കണ്ട. ടേക്ക് കെയർ. എന്തോടെ മറ്റേ താൻ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തോ മുകളിലോട്ടൊരു പെങ്കൊച്ച് കയറി പോയിട്ടുണ്ടോ? ആ പെണ്ണാ? അത് നമ്മുടെ അർഷമോളായിരിക്കും. അതല്ല, അർഷനൊക്കെ എനിക്കറിയാൻ പാടില്ലേ. പിന്നെ വേറെ ഏത് പെണ്ണ് പോകാനായിട്ടാണ്? ആ രണ്ടാം നിലയില്ലേ അവന്റെ ഫ്ലാറ്റിലേക്ക്. എടോ, ഫ്ലാറ്റിലേക്കാണ് പോയത്. അവൻ നമ്മുടെ രാമേന്ദ്രൻ സാറിന്റെ മോള അർഷയും തമ്മിൽ പ്രേമത്തിലല്ലേ? അതെനിക്കറിയാല, മൂളിയായിട്ടൊക്കെ നല്ല കമ്പനിയല്ലേ. പിന്നെ ഇതൊന്നും വെറുതെ വിട്ടാൻ പറ്റില്ലടോ, ഇതിങ്ങനെ വിടാൻ അവരിവിടെ പറ്റില്ല. നേരത്തെ താമസിച്ചിരുന്ന വെച്ചതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതൊന്നും ഇവിടെ ചോദിക്കാൻ പറയാൻ ആരും ഇല്ലടോ, നമ്മളിവിടെ താമസിക്കുന്നവരല്ലടോ. എടോ, താനിത് പ്രശ്നം നോക്കരുത്. ഇവിടെ ഒന്ന് പറയുന്നത് അത് നടക്കില്ല. അല്ല, അങ്ങനെ നമ്മൾക്കിവിടെ family ആയിട്ട് താമസിക്കുന്നതല്ലേ. അന്വേഷിച്ചേ പറ്റുള്ളൂ. ആ, എന്നാ അവരെ കൂടി വിളിക്ക്. എന്താണ് ചർച്ച? ആ മോളത്തെ പയ്യനെ മുന്നിറേ, ആ ഒരു പെണ്ണിനെ വിളിച്ച് അതിന്റെ ഉള്ളിൽ കയറ്റിയാണെന്ന് ബെനറ്റ് കണ്ടെന്ന് പറഞ്ഞു. ഏതാ നിക്കറ? ആ, അത് തന്നെ. അത് ചോദിക്കണല്ലോ. എന്താണെങ്കിലും വിവരം അറിയാലോ നമുക്ക്. അവരും കൂടി വരട്ടെ, മറ്റേന്ന് കണ്ടു വെക്കാതെ. പിള്ളേരിങ്ങനെ ഓരോന്ന് കാണാന്ന് കാട്ടിക്കൂട്ടി പറഞ്ഞിട്ട് വെറുതെ കാര്യമില്ല. പ്രശ്നങ്ങളാക്കാന്ന് മാത്രം ഉള്ളത്. അല്ല പിന്നെ എന്റെടാ ആ രണ്ടാം നില പയ്യനല്ലേ, അവന്റെ പെങ്കൊച്ചിനെ വിളിച്ച് മുകളിൽ കയറ്റിട്ടുണ്ട്. ആളാ പെണ്ണടാ നിക്കറട്ടടക്കണില്ലടാ. ആ നിക്കറിന്റെ പയ്യനല്ലേ ഉള്ളത്, അവനൊരു പെണ്ണിനെ വിളിച്ച് മുകളിൽ കയറ്റിട്ടുണ്ട്. ഇവിടെ ഈ വീട്ടുകാരുടെ കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കണല്ലേ. വിളിച്ചിറക്ക് വെഞ്ചേട്ടാവനാ. വിളിച്ചില്ല അവനാ? അല്ലെന്ന് വിളിക്കണ്ട അവനെ വിളിക്കണ്ട, അവനെ ഇങ്ങോട്ട് ഇറക്കാം.
പോട്ടെ. പോണ്ടെന്ന് പറഞ്ഞാലും പോവാതിരിക്കാൻ നിനക്ക് പറ്റുമോ? I won't force you. I won't force you to stay. അങ്ങനെയല്ലടാ വേണ്ടേ. നീ പറഞ്ഞ പോലെ ഒരു ഒഴുക്കിനൊപ്പം ഒഴുകി നമ്മളിപ്പോ വന്ന് നിൽക്കുന്ന ഈ സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ, നമ്മളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന അവര് പോലും അറിയാതെ നമ്മൾ ഇത്ര അടുത്തില്ലേ. പിരിയേണ്ട സമയമായി, പിന്നെ പിരിഞ്ഞല്ലേ പറ്റൂ. ഉം. നീ കരയുവാണോ? ഉം. നമ്മൾ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ പോലെ എൻ്റെ കയ്യിലില്ല. എടുക്കാൻ നീ സമ്മതിച്ചിട്ടില്ല. നിന്നെ കണ്ടത് മുതൽ ഓരോ മൊമെന്റ്സും ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായി. വിത്ത് മൈ ഐസ്, ഇറ്റ്സ് ഹോൾ റെക്കോർഡ് ഇൻ മൈ ഹാർട്ട്. അങ്ങനെ ഒന്നും മറന്നോന്നൊന്നല്ലല്ലോ നമ്മളിടയിലുള്ളത്. ഫോൺ എടുക്ക്. ഉം. ഫോൺ എടുക്ക്. അവിടെ ഉം. ഇവനെ എനിക്ക് പേടിയാവും. നീ അങ്ങോട്ട് മാറി. സ്വിച്ച് ഓഫ്. ഹലോ, ഹർഷമോളുടെ അച്ഛനല്ലേ? ആ രാമേന്ദ്രൻ സാറേ, ഇത് ഞാനാണ്. ഹർഷമോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? ആ ഒന്നുകൂടെ. ആ മോളെ, ഞാനാണിത്. അതെ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മുടെ അഭിനല്ലേ, അവന്റെ ചെറിയൊരു വിഷയമാണ്. ആ മോളൊന്നും ഇങ്ങോട്ട് നേരിട്ട് വരൂ. ഇല്ല, ഒരു പ്രശ്നമില്ല. ആരും ഒന്നും ചെയ്തിട്ടില്ല. മോളൊന്നും ഇങ്ങോട്ട് വന്നാ മതി, ഞാൻ നോക്കിക്കോളാം. ആ ശരി. എന്തൊരു മോനെ, നിന്റെ പരിപാടി എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഒരു പെണ്ണ് സ്ഥിരമായി വരുന്നത്, ഇപ്പൊ അവള് നിന്റെ മുകളിലുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിനാ ഇവിടെ കുറെ ഫാമിലിയൊക്കെ താമസിക്കണടാ. നിന്റെ ഈ വക പരിപാടി ഇവിടെ നടക്കൂല. അത് ചോദിക്കാൻ താനാരാ? ഞങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങള് നിന്റെ ഈ പരിപാടി നടക്കുകയില്ല, നടത്തിക്കുകയില്ല. എടോ, ഇത് ഞാൻ വാടക കൊടുത്ത് താമസിക്കുന്ന വീടാ. ഇവിടെ ആര് വരണം, എപ്പോ വരണം എന്ന് ഞാൻ തീരുമാനിക്കും. നീ ഒരുപാട് ഡയലോഗ് അടിക്കാതെ അവളെ കൊണ്ട് ഇറക്കി വിടേക്ക. ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. എന്താട്ടാ കാണണ്ടേ? അവളെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ എനിക്ക് സൗകര്യമില്ല. മോനെ, പ്രശ്നം വഷളാകുന്നതിന് മുന്നേ അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്, അല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂലാട്ടാ. എന്ത് നല്ല മഴയല്ലേ, നൈസ് മൂടല്ലേ. മനുഷ്യനോട് എങ്ങനെ പുറത്തിറങ്ങുന്ന ആലോചിച്ചോണ്ടിരിക്കോ. അവൻ്റെ ഒരു മൂഡ്. നാളെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമോ?
സാധാരണ ഈ അസോസിയേഷൻ പരിപാടികൾ 1-2 ദിവസമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടുത്തെ അസോസിയേഷൻ പരിപാടി 3-4 ദിവസം ഉണ്ടാവും. അപ്പൊ അവിടെ പെട്ടു എന്നർത്ഥം. സാരില്ല, നമുക്കിവിടെ ഇരിക്കാം. അല്ല, നീ അസോസിയേഷൻ പരിപാടിക്കൊന്നും പോവാറില്ലേ? എനിക്ക് ഉമ്മാരുടെ പരിപാടിയൊന്നും ഇഷ്ടമല്ല. പിന്നെ എനിക്കെന്താ ഇഷ്ടം? പോയി നിന്റെ ആശയോട് വയ്ക്ക്. ഹർഷ പാവാണ്. ടോണിയും പാവാ. ഞാനും നീയും എല്ലാവരും പാവങ്ങളാ. പക്ഷേ നിന്റെ അസോസിയേഷൻകാർ അത്ര പാവാന്ന് എനിക്ക് തോന്നുന്നില്ല. എബനെ, നമ്മള് പിടിക്കപ്പെടുന്നതിനെ കുറിച്ച് നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പിടിക്കപ്പെടാനോ? അതിന് നമ്മൾ തെറ്റും ചെയ്തില്ലല്ലോ. ഒരു തെറ്റുമില്ല. എനിക്കും നിനക്കും തീ മുറിക്കും അത് തെറ്റല്ല. പക്ഷെ ആ കഥകനപ്പുറം അങ്ങനെയാണോ?